ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്ന് പറയുന്നത് ഞാനൊരു ബിഗിനറാണ്. യൂട്യൂബിൽ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ തന്നെ നമുക്കൊരു ക്രാഫ്റ്റ് എസ്തെറ്റിക് ആയിട്ടൊരു ക്രാഫ്റ്റ് ഒരു ഡെക്കോർ ഉണ്ടാക്കാൻ വിചാരിച്ചു. വാൾ ഡെക്കോർ ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ട്സ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ക്രാഫ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഇതിലാണ് ഞാൻ സാധാരണ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴേക്കും സാധനങ്ങൾ ഇതിലാണ് വെക്കാറ്. ഇതിനൊക്കെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് സാധനങ്ങളെല്ലാം ചെയ്യാം. എനിക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ഇന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് വീട് എടുക്കാൻ വിചാരിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എങ്ങനത്തെ ടൈപ്പ് വീടും കുറേ പേര് ഫുഡ് വ്ളോഗ് ഇടുന്നുണ്ട്, യൂട്യൂബ് വ്ളോഗ് ഇടുന്നുണ്ട്, എസ്തെറ്റിക് സംഭവങ്ങൾ ചെയ്യുന്ന സംഭവം കിട്ടുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുന്ന ദിവസത്തേക്ക് എനിക്ക് തോന്നിയത് എല്ലാം കൂടി ചേർന്ന ഒരു വീഡിയോ ഇടാണ് എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് ഫസ്റ്റ് ആ ക്രാഫ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൽ കളർ പേപ്പേഴ്സ് കുറവുണ്ട്. ഞാൻ ഒരു കളർ പേപ്പർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 പേപ്പർ അങ്ങനെ ഇതൊക്കെ എടുത്താൽ മതി. ഇതിനുള്ളിൽ വേറൊരു ഫയലും കൂടി ഉണ്ട്. ഇത് ബിൽട്ടപ്പ് പേപ്പേഴ്സ് കിട്ടുന്ന ഫയലാണ്. ഇത് സ്റ്റിക്കർ പോലത്തെ ഫയലല്ല, സാധാരണ സ്റ്റിക്കർ പോലത്തെ ഗിൽറ്റ് പേപ്പർ അല്ല, സാധാരണ ഗിൽറ്റ് പേപ്പർ. നമുക്ക് എന്തായാലും ഞാൻ പേപ്പർ എടുക്കട്ടെ. ഗായ്സ്, എൻ്റെ ഒരു A4 ഷീറ്റ് പേപ്പർ ഉണ്ട്, അതിനത് കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചെന്തായാലും ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് കൂടുതൽ ഹാർഡ് ഷേപ്പ്, നമുക്ക് എന്തോരം ലെങ്ത് വേണം അത്രയും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, ഹാർഡ് ഷേപ്പോ ഫ്ലവർ ഷേപ്പോ കുമ്പാറ്റ ഷേപ്പോ അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാൻ. ഞാനിപ്പോൾ ഹാർഡ് ഷേപ്പ് എടുക്കുന്നത് അത് ഇതിൽ വെട്ടിയെടുത്ത് ഡ്രോ ചെയ്തിട്ട് വെട്ടിയെടുത്തിട്ട് കാണാം. ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ 10-12 ഉണ്ടാക്കിയെടുത്ത് കാണാം. ഞാൻ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് കുറേ സൗണ്ട്സൊക്കെ ഉണ്ടാകും. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കത് വരുന്ന വഴിക്ക് നമുക്കത് ശരിയാക്കി കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ബാക്കിങ് കൂടി ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, എനിക്കൊരു ട്വിൻ സിസ്റ്റർ കൂടി ഉണ്ട്. ഇവളാണത് ഇസ്രാമലിയെന്നാണ് പേര്. അപ്പോൾ ഞാനിവിടെ ഭാഷയൊക്കെ തകൃതിയിലായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഷേപ്പിൻ്റെ ചില തകരാറുകൾ ഉണ്ടെങ്കിലും സഹിക്കാൻ ഹാർട്സിന് ഷേപ്പുകളുണ്ട്. ഇപ്പോൾ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് പേപ്പേഴ്സ് ബാക്കി വന്നത് ഈസ്റ്റർ എനിക്കിവിടെ പിടിച്ച് തന്നെ കിട്ടും. നമുക്ക് ബാക്കി കട്ട് ചെയ്യാം. അപ്പോൾ അതേ ഗായ്സ്, ഞാൻ ഇതുപോലത്തെ 10 ഹാർട്ട്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 10 എനിക്ക് ഇതൊക്കെ ധാരാളമാണ്. അതൊക്കെ പോയി. അപ്പോൾ നമുക്കിത് കളർ ചെയ്ത് തരാൻ പോകുന്നത് നമ്മുടെ ഇസ്രയാണ്, ട്വിൻ സിസ്റ്റർ. അപ്പോൾ നമുക്ക് ഇസനോട് ഞാനിവിടെ ട്വിൻ സിസ്റ്റർ എന്നൊക്കെ കുറേ റിയാക്ഷൻസ് കൊണ്ട് ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഇസനെ കൊണ്ട് കളർ എടുപ്പിക്കാം. വെച്ചിട്ട് കാണാം. ഗായ്സ്, ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംഭവം കേട്ടോ. ഇതാണ് ഫസ്റ്റ് സാധനം. ഞാൻ എങ്ങനെ വെച്ചാൽ നമ്മുടെ ക്രയോൺസ് വെച്ചിട്ട് ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ക്രയോൺസ് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ സ്മഡ്ജാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാം ചെയ്യണതിന് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതിനൊപ്പം തന്നെ ഇതിങ്ങനത്തെ ഗിൽറ്റ് പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്കിത് ഒരു കോയിൻ്റെ അത്ര വട്ടത്തിൽ ഷേപ്പ് വരച്ചെടുത്തിട്ട് കുറച്ച് സർക്കിൾസ് ഉണ്ട്, എന്തോരം ഉണ്ട് അതിൻ്റെ ഇടയിൽ വെക്കാനുണ്ട്. കുറച്ച് സർക്കിൾസ് ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇങ്ങനത്തെ സംഭവമാണ് കേട്ടോ ഫസ്റ്റ് ചെയ്തത്. പക്ഷെ ഇത് അത്ര പോരാത്തത് കൊണ്ട് ഞാൻ മാറ്റിച്ച് ഞാൻ ഒന്നും കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിയാണെന്ന് എനിക്ക് പറഞ്ഞു കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി മാറ്റി കളർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതില്ല. പിന്നെ ഇപ്പോൾ 9 എണ്ണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഉള്ളത് ഒരേന്ന് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇത് വെച്ചിട്ട് നോക്കി എത്ര സർക്കിൾസാണ് അത്ര സർക്കിൾസ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. സർക്കിൾസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കിൾസ് വേണ്ടാന്ന് ചെയ്യാൻ. നമുക്ക് സർക്കിൾസ് എടുത്തിട്ട് കാണാം. ഗായ്സ്, ഞാനിങ്ങനെ 7 വട്ടം വരച്ചിട്ടുണ്ട്. 7 വട്ടത്തിന് ഇതനുസരിച്ച് നമുക്ക് വെട്ടിയിട്ട് കാണാം. അതേ ഗായ്സ്, ഇങ്ങനത്തെ കുറച്ച് വട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമുക്ക് ഉണ്ടാക്കാം. അതേ ഗായ്സ്, അങ്ങനെ 7 വട്ടങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതെല്ലാം കൂടി ചേർക്കണം. ആ കളർ അടിച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിരിക്കണം. ഇതൊക്കെ ഞാൻ നൂലും സാമഗ്രികളൊക്കെ എടുത്തിട്ട് തരാം. അപ്പം ഗായ്സ്, ഇവിടെ അതെ ബ്ലാങ്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. എല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ലവ് എന്ന് എഴുതി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതി കൊടുക്കുന്നുണ്ടോ ഒരു ബ്ലാക്ക് ഇങ്ക് ചെയ്താൽ വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോഴേക്കും ബ്ലാക്ക് ഇങ്ക് കാണാനില്ല. അതെങ്ങനെ ആവശ്യ സമയത്ത് ഒന്നും കാണില്ലല്ലോ.
ഇതിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എല്ലാത്തിലും എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തതാണല്ലേ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഗായ്സ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൗണ്ട് കൊടുക്കുന്നില്ല, അതുപോലെ അങ്ങനെയാണ് എല്ലാവരും നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം കോർക്കണ പരിപാടിയോട്ട് കിടക്കാതെ ഞാൻ സൂചി ഈ നൂലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ നൂല് കുറച്ച് അതിലോട്ട് അറ്റാച്ചായി തോന്നിയിട്ടൊന്ന് ഞാൻ എടുത്തതാണ്. കോർത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നൂലിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗായ്സ് ഇവിടെ ഭയങ്കര ഇടിമിറ്റും മഴയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒക്കെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഉണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നമ്മൾ ഇതെല്ലാം കൂടി ഇനി കൂടിച്ചേർക്കാം. നമുക്ക് കൂടിച്ചേർത്തിട്ട് കാണാം. ഗായ്സ് ഇപ്പോഴത്തെ നമുക്ക് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയിലിരിക്കും ഈ സംഭവം. ഇപ്പോൾ ചെറുതായിട്ട് സംഭവം മതി, അതാണ് ഞാൻ ചെറുതായിട്ട് ചെയ്തത്. നമുക്കിത് എന്തായാലും അവിടെ പോയി ഒട്ടിച്ചിട്ട് വരാം. ഗായ്സ് ഞാൻ അവിടെ കൊണ്ടുപോയി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇപ്പം കാണിക്കാൻ പറ്റുന്നില്ല, അവിടെ കുറച്ച് സീനായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ പിടിച്ച് പിടിക്കാൻ പറ്റുന്നത്. ബൈ.